ആ ഒരു ക്ഷണം നമസ്കാരം. ഇപ്പോൾ ഞാൻ കോൽത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ശ്രീമതി രശ്മി മനോജ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ പല ആൾക്കാരും പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചു, ഇത് കോൽത്തിരി ഞങ്ങൾക്ക് കത്തിക്കാവോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ ചില ആൾക്കാർക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ കോൽത്തിരി കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ കുടുംബദേവതേനെ അനുകൂലമാക്കാൻ അവിടെ പോയി തൊഴാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലർക്ക് എവിടെയാണ് കുടുംബദേവതയെന്ന് അറിയില്ല. അപ്പോൾ അതിനെയൊക്കെ സങ്കല്പിച്ച് 2 കോൽത്തിരി വീതം ദിവസവും കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കത്തിക്കാൻ പറഞ്ഞത് കഴിയാവുന്നതും കോൽത്തിരി നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ശുദ്ധമായിട്ട് ഭക്തിയോടുകൂടി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പോൾ ആ പറഞ്ഞ ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവർ ശുദ്ധമായിട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും കോൽത്തിരി സ്വയം ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റോ മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് ഈർക്കിൽ കിട്ടുമോ, അത് എവിടെയെങ്കിലും ആവശ്യമുള്ളവർക്ക്, ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കും എല്ലാം ഇത് ചെയ്യാവുന്നതാണ്. ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കോൽത്തിരി കത്തിക്കുന്നത് നല്ലതാണ്. ഞങ്ങളൊക്കെ കത്തിക്കുന്നതാണ് പല ആൾക്കാരും. ഇപ്പോൾ അത് കണ്ടപ്പോൾ ചിലർ കത്തിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ പണ്ട് തൊട്ടേ കത്തിക്കാറുണ്ട്, കുട്ടികൾക്ക് ഇത് വരുമ്പോഴത്തേക്കും അത് കുടുംബക്ഷേത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് പാരമ്പര്യമായിട്ട് ചിലയിടത്ത് ചെയ്തു വന്ന ഒരിതാണ്. ചിലയിടത്ത് തളിച്ചുവടയ്ക്ക് മാത്രമാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഡെയിലി ഇത് ചെയ്യാം. കഴിയാവുന്നതും ഇപ്പോൾ തുളസിത്തറയുള്ളിടത്ത്, അല്ലെങ്കിൽ തുളസി പുറത്ത് വിളക്ക് വയ്ക്കുന്നിടത്ത്, ആ വിളക്കിന് വടക്ക് വശത്താണ് ഇത് കൊളുത്തേണ്ടത്. കൊളുത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുത്തിവെക്കേണ്ടത്. ഇനി അതല്ല, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് അവർ നിലവിളക്ക് പൂജാമുറിയിലല്ലാണ്ട് വാതുക്കെ നിലവിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ ചട്ടിക്കകത്തോ മണ്ണെടുത്തിട്ട് അതിലും കുത്തിവെച്ച്, ഇപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്കും ഇത് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അവരും കുടുംബക്ഷേത്രം അറിയാൻ പാടില്ലാഞ്ഞിട്ട് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അത് പതുക്കെ ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഈ വിളക്ക് വെച്ച് കഴിയുമ്പോൾ അവരിൽ ആ അതിൻ്റെതായ ആ എന്താണ് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു തുടങ്ങും. ആ ദേവതയുടെ അനുഗ്രഹം കിട്ടിത്തുടങ്ങും. അപ്പോൾ കത്തിക്കണമെന്നുള്ളവർക്ക് കത്തിക്കാം. ചിലർക്ക് പരിഹാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോൽത്തിരി കത്തിക്കണത് എപ്പോഴും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിളക്ക് കത്തിക്കണ പോലെയല്ല. വിളക്ക് കത്തിക്കണ ഒരു വിളക്ക് കത്തിക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോൽത്തിരിയിൽ ആ എന്താണ് ഈർക്കിലും ആ തുണിയും എരിഞ്ഞ് പോകുന്നത് പോലെ നമ്മുടെ കാർമ്മികം എരിഞ്ഞു പോകും. ലാസ്റ്റ് ആ ഈർക്കിൽ വരെ ഒരുമാതിരി കത്തും. മനസ്സിലായേ? അതാണ് അതിൻ്റെ സീക്രട്ട്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കത്തിക്കണമെന്നുള്ളവർക്ക് കത്തിക്കാം. ഇപ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൽത്തിരി ഉണ്ടാക്കാനും ഇതെല്ലാം ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കോൽത്തിരി ഉണ്ടാക്കിയത്, അതിന് പോസ്റ്റ് എന്ത് വരുന്നൊന്നും എനിക്കറിയില്ല, അവർ വേണമെങ്കിൽ എത്തിച്ചു തരും. അല്ലാത്ത പക്ഷം ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ്, മനസ്സിലായി, ഇത് അതുപോലെ ഓരോ ദശാകാലത്തുള്ളവർ ഈ കോൽത്തിരി കത്തിക്കുമ്പോൾ അതാത് ദശയിലെ നിറമുള്ള തുണി ഉപയോഗിക്കുന്നത് നല്ലത്. പഴയ തുണിയാണെങ്കിലും മതി കേട്ടോ. പഴയത് അലക്കി എടുത്ത തുണിയാണെങ്കിലും കുഴപ്പമില്ല. അവർ ഇടയ്ക്ക് അവിടെ വിൽപ്പനയുള്ളതുകൊണ്ട് കാര്യം അവർക്ക് പൂജാ സ്റ്റോഴ്സാണ്. അപ്പോൾ നല്ല തുണിയാണ് അവർ ഉപയോഗിക്കുന്നത്. കോട്ടൺ തുണി വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്യണമെന്നുള്ളവർ ചെയ്യുന്നത് നല്ലത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.